Hi guys, welcome back to India Goes Electric by Maruti Suzuki with Vitara. നമ്മൾ ഇന്നലെ വിജയവാഡ മൊത്തം കറങ്ങി. അവിടെ നിന്നെല്ലാം നമ്മൾ മഹാകാലി ടെമ്പിൾ കണ്ടു, ഉണ്ടവല്ലി കേവ്സ് കണ്ടു. അത് കഴിഞ്ഞിട്ട് അതിലെ പ്രകാശം ബാച്ച് കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ ചെന്നൈ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ചെന്നൈ പോയപ്പോൾ ഓൺ ദ വേ നമ്മളിപ്പോൾ രാത്രി ആയിപ്പോയി. ഞങ്ങൾ ടയർഡായി. പക്ഷേ ഈ വിട്ടാറ ബാറ്ററി ഇനി ചാർജ്ഡ് അപ്പായിരുന്നു. പക്ഷെ നമ്മൾക്ക് അത്ര എനർജി ഇല്ലാത്ത കാരണം നിയർ ബൈ ലൊക്കേഷനിൽ തിരക്കാൻ വേണ്ടി നമ്മൾ നോക്കിയപ്പോൾ ടാഡയിൽ ഒരു ഏരിയ കിട്ടി. ഇറ്റ്സ് എൻ ഇൻഡസ്ട്രിയൽ ഏരിയ ഇൻ AP and it's a global manufacturing center. Okay, it's a hub here, like so same like Maruti Suzuki which is made in India for the world. Okay, so ഇതൊക്കെ നമ്മൾ ഇവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഇരുന്നിട്ട് നമ്മൾ ഇവിടുന്ന് ചെന്നൈ പോകുന്ന വിചാരിക്കുക. Have a look at this view, man. Beautiful view of the industries. Boom. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെന്നൈ സിറ്റിയിലായിരുന്നു. അവിടെ നമ്മൾ എഗ്മോർ മ്യൂസിയമിൽ പോയി. എഗ്മോർ മ്യൂസിയമിൽ മൊത്തം ആ ബിൽഡിംഗ് അത് മുമ്പത്തെ കാലത്ത് ബ്രിട്ടീഷ് ആൾക്കാർ അവർ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ് ഒരു കെട്ടിയ ബിൽഡിംഗാണ്. നല്ല രസമായിട്ടുണ്ട് ആ ഗാർഡൻ്റെ അടുത്ത് കാണാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് സുക്കുബായ് ബിരിയാണിയിലോട്ട് പോയി. അവിടെ പോയിട്ട് ബിരിയാണിയൊക്കെ അടിച്ചു. അതിൻ്റെ കൂടെ കഴിച്ച് മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു, ഫ്രൈ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് കഴിച്ചതിൻ്റെ വായന ടേസ്റ്റ് പോയിട്ടാണ്, അടിപൊളിയായിട്ടുണ്ട്. അവിടെ വന്ന് ആരെങ്കിലും മിസ് അവർ എടുത്ത നല്ല രസമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പെന്നാർ ബ്രിഡ്ജിൻ്റെ പോയ MGRൻ്റെ മെമ്മോറിയലിൽ പോയി. അവിടെ പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന് ആൾക്കാരൊക്കെ എന്തൊക്കെ ചെന്നൊക്കെ കണ്ടു. അവിടുന്ന് പിന്നെ നമ്മൾ മെരീന ബീച്ചിൽ പോയി. അത് നമ്മുടെ ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് ബീച്ചാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ടൈം പാസ് ഒക്കെ ചെയ്തു. എൻ്റെ ഫേവറേറ്റ് ഗെയിം ഉണ്ടായിരുന്നു ബലൂണും ഗണ്ണും കണ്ട എനിക്ക് നിൽക്കില്ല. അപ്പം ഞങ്ങളൊക്കെ കുറച്ച് ബലൂണൊക്കെ വെച്ച് ഗണ്ണൊക്കെ വെച്ചിട്ട് പെടന്ന് വെച്ചു പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് ഷെൽ ഷോപ്പിൽ കയറി. അവിടെ കയറിയിട്ട് ഒത്തിരി ഷെല്ലിൻ്റെ ഇത്ര ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ടയർഡായി പോലെ പഴഞ്ഞു ഞാൻ അപ്പത്തേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ട് അവിടെ ഷുഗർ കെയിൻ ജ്യൂസ് അടിച്ചു. അത് അവിടെ പറയാൻ ഞാൻ ഷുഗർ കെയിൻ ജ്യൂസൊക്കെ നമ്മൾ എപ്പോഴും അടിക്കുന്നതാണ്. പക്ഷേ ഇന്നെന്താ നമുക്ക് കുറേ സമയം ഉണ്ടത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയാൾ അതിനെ എടുത്തു വെച്ചു, മെഷീൻ്റെ സെറ്റിങ് ചെയ്തു. അതിന് അവനെ വെച്ച് റൗണ്ട് അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ജ്യൂസ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാനും, അതിൻ്റെ ഇടയിൽ നാരങ്ങ വെക്കുന്നത്, ചിഞ്ചര വെക്കുന്നത്, ഇതൊക്കെ വെച്ചിങ്ങനെ വന്നിങ്ങനെ വെള്ളക്കൂടി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് നല്ല രസമായിട്ട് നമുക്ക് ടൈമുള്ള കാരണം അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അയാൾ പതയോടെ ഗ്ലാസ്സിൽ വെച്ച് തന്നു. അതെന്തെങ്കിലും കുടിച്ചു. എങ്ങനെ അതിനൊക്കെ ആശ്വസിച്ച് നമ്മളിങ്ങനെ വണ്ടി എടുത്ത് ഇപ്പോൾ ബാംഗ്ലൂരിൽ പോയിക്കൊണ്ടിരിക്കുക. നമുക്കിനി ബാംഗ്ലൂർ വെച്ച് കാണാം. അവിടെ അടിച്ചു. ഞാൻ ഈ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുമ്പോൾ എൻ്റെ മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ ചാർജിങ് ചെയ്യുന്നതൊക്കെ കണ്ടു കാണാം. എല്ലാത്തിലും നിങ്ങൾ കണ്ടു കാണാം. നെക്സസിലുള്ള ഞാൻ ചാർജിങ് ചെയ്യുന്നത് ഇത് ഉള്ളിൽ നെക്സസിൽ മാത്രമേ ചാർജിങ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ഡൗട്ട് വരും. സോ അങ്ങനെയൊന്നുമില്ല ഫ്രണ്ട്സ്. നമുക്ക് ഞാനിപ്പോൾ കണ്ടോ, നിങ്ങളിപ്പോൾ കണ്ട ഇത് വേറെ പാർട്ടൻ്റെ ഒരു ചാർജറാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈ ഫോർമി ആപ്പിൽ നമുക്ക് എല്ലാം ലിസ്റ്റാവും. നമുക്ക് മാറുതി ആവട്ടെ അതിൻ്റെ പാർട്ട്ണർ റിലേറ്റഡ് എല്ലാ ആപ്സും നമുക്കിങ്ങനെ ലൊക്കേറ്റ് ആവും. നമ്മൾ പോകുന്ന വഴിയിൽ എവിടെയൊക്കെയാണെന്ന് കാണിക്കും, അതിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് ഏത് വാട്ട്സിൻ്റെ ഉള്ള നമ്മുടെ 60 ആണോ 40 ആണോ ചാർജറുകളൊന്നും കാണിച്ചു തരും നമുക്കത്. അത് കഴിഞ്ഞിട്ട് അതിന് നമുക്ക് ടാരിഫ് കാണിച്ചു തരും. നമുക്ക് അതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്താൽ നമ്മളവിടെ എത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ചാർജ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പണി ചെയ്ത് ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചാർജിങ് വെച്ചിരിക്കണം. നമുക്ക് ഡിന്നർ കഴിച്ചിട്ട് വരാം. അപ്പോഴത്തേക്കും ചാർജിങ് കഴിയും. നമുക്ക് ഇവിടെ തന്നെ ബാംഗ്ലൂരിലേക്ക് പോകാം. ബാംഗ്ലൂർ വെച്ച് കാണാം.